ഇപ്പൊ ഇത് ലോകത്ത് തന്നെ ഏറ്റവും വിസ്മയമായ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന അല്ലേ? അതിന്റെ ഈ അഗ്നിയാണ് ഒരുപക്ഷെ അവരുടെ ആധാരശില എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അവരോട് ചോദിക്കാം. ഇതാരാ നമ്മോട് ഇത്തിരി വിവരം പറയാൻ പറ്റുക? നമസ്കാരം. അങ്ങയുടെ പേര്? ആറന്മുള കണ്ണാടിയുടെ ഉസ്താദ് അങ്ങ് തന്നെയാണോ? ഞാൻ 46 വർഷമായിട്ട് ആറന്മുള കണ്ണാടി നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകളായി കാണും ആറന്മുള കണ്ണാടി? ഇപ്പോൾ ആറന്മുളയിൽ ഇത് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 298 വർഷമായി. അത് പക്ഷെ സത്യത്തിലെ ആറന്മുള കണ്ണാടി എന്നതിലുപരി ഇതൊരു ലോഹ സംസ്കരണ ശാസ്ത്രമാണ്. ഇതിൽ പറയുകയാണെങ്കിൽ ലോഹ സംസ്കരണം ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടും ഞാൻ വിചാരിച്ചൊരു ആറന്മുള കണ്ണാടി വലിയൊരു ഫാക്ടറി നിർമ്മിക്കുന്നു എന്നൊക്കെയായിരുന്നു. അങ്ങ് അതിന്റെ പാരമ്പര്യം വിടാതെ വളരെ ചെറുകിട ലെവലിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? ഇപ്പോഴും അത് ട്രഡീഷണൽ ആ ശൈലി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു കൊമേഴ്ഷ്യൽ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇന്റർനാഷണൽ ബ്രാൻഡ് അല്ലേ? ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ്. സായിപ്പന്മാരൊക്കെ വന്ന് അത്ഭുതപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും. ഈ ലോകത്തിനകത്ത് എങ്ങനെയാണ് നമ്മുടെ മുഖം പ്രതിബിംബിക്കുന്നത്? നമ്മുടെ സാധാരണ മിറർ ഇത് തമ്മിലുള്ള വ്യത്യാസം, നമ്മുടെ സാധാരണ മിറർ എന്ന് പറയുമ്പോൾ മെർക്കുറി കോട്ടഡ് മിററാണ്. അത് ബാക്കിൽ ചെന്ന് ഇമേജ് വീണിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യാണ്. എത്രമാത്രം തിക്നെസ് പ്ലെയിൻ ഗ്ലാസ്സിലുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഇമേജിൽ വ്യത്യാസം വരും. ശരിക്കും റിഫ്രാക്റ്റഡ് ഇമേജ് ആണ് നമ്മുടെ മെർക്കുറി കോട്ടഡ് മിററിൽ ലഭിക്കുന്നത്. പക്ഷേ ആറന്മുള കണ്ണാടിയിൽ ലഭിക്കുന്നത് റിയൽ ഇമേജ് ആണ്. അത് സർഫസിലേക്ക് വീണിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റിഫ്രാക്ഷൻ ഇല്ലാത്ത ഇമേജ് ആണ് ഇതിനകത്ത് ലഭിക്കുന്നതാണ് ഈ പറയുന്ന ലോഹ സംസ്കരണ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം. അതിന്റെ നിർവൃതി എങ്ങനെ മുഖത്തുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന്റെ പ്രൗഡാണ്. ഇപ്പൊ നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാ. നമ്മള് ഈ ലഹരി വിമുക്ത കേരളം ഉണ്ടാക്കാനുള്ള യാത്രയിൽ അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ മുഴുവൻ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അണിചേർന്നാലേ നമുക്ക് ഇങ്ങനെ ഒരു കേരളം ഉണ്ടാക്കാൻ പറ്റും. കേരളം കുറച്ച് മാറിപ്പോയി അല്ലേ? നിങ്ങളുടെ ആറന്മുള കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നുണ്ടാവില്ലേ ഇപ്പൊ? കാര്യം അതിനപ്പുറമുള്ള ഒരു ലോകമായിട്ട് അത് മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ ലോക കണ്ണാടിയിൽ വലിയൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഞങ്ങൾ വിട്ടേക്കട്ടോ? ഓക്കെ, അങ്ങയോട് വളരെ സന്തോഷം. താങ്ക് യു, അങ്ങേ കാണാൻ പറ്റിയത്. അപ്പം ആറന്മുള കണ്ണാടി ശരിക്കും ലോകത്തിന് ഇപ്പോഴും വിസ്മയമായി തുടരുകയാണ്. വീട്ടിലെങ്ങനെ ആറന്മുള കണ്ണാടി ഉണ്ട്? വീട്ടിലുണ്ട്. ഇതൊരു പ്രത്യേക കൂട്ട് ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അത് അവർ വെളിപ്പെടുത്തില്ല നേരത്തെ. ഞാനിത് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ. ഞാൻ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇന്ത്യൻ ബ്യൂറോ ഒക്കെ പ്രവർത്തിക്കുന്നതിലൊക്കെ ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ചേട്ടന്മാരും മിടുക്കന്മാരാ, അവര് പറയില്ല. അപ്പൊ അത് പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ ബ്രാൻഡാണത്. അല്ല, കേരളത്തിന്റെ ബ്രാൻഡ്. അത് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വരുമ്പോ പലപ്പോഴും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ആറന്മുള കണ്ണാടിയാണ്. അതൊരു ഇന്ത്യയുടെ പ്രതീകം എന്നുള്ള തരത്തിൽ അത് കേരളത്തിന് അഭിമാനമാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈഡ് എന്ന തരത്തിൽ. സ്മിത, നമ്മളിപ്പോ ഒരു കമന്റ് വന്നത്, നമ്മൾ ഈ യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്താണല്ലോ. ഈ യാത്ര തുടങ്ങിയതിനു ശേഷം അക്രമം കൂടിയെന്നാ പറയുന്നത്. പക്ഷെ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ യാത്ര തുടങ്ങിയതിനു ശേഷം ഈ റെയ്ഡുകളും കൂടി. അപ്പൊ റെയ്ഡുകൾ കൂടി മാത്രമല്ല ആൾക്കാർ പിടിക്കപ്പെടുന്നു. മാത്രമല്ല ഈ നമ്മളെല്ലാവരെയും പിടിച്ചകത്താക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നിരപരാധികളായ കുറെ മനുഷ്യരിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മോചിപ്പിക്കുക.